ഹലോ ഗൈസ്, നമുക്കിന്ന് തേങ്ങയില്ലാതെ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ താരം പൊട്ടുകടലയാണ്. ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും പൊട്ടുകടല എന്നാട്ടോ പറയണേ. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ച് അതിൽ നമ്മുടെ പൊട്ടുകടല ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇടുക, അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടുമല്ലോ. എന്നിട്ട് അതിൽ കുറച്ച് ജീരകവും കൂടെ ഇട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാം. നമ്മുടെ പൊട്ടുകടലയും നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ജീരകവും എല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കുക. കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അരച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ കടുക് പൊട്ടിക്കുക കേട്ടോ. പിന്നെ 2 വറ്റൽമുളകും കൂടെ ഇട്ട് നല്ലപോലെ മൂപ്പിക്കാം. ഇനി നമ്മുടെ കടുക് വറുക്കണയിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ഇടാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ ഉഴുന്നുപരിപ്പ് കളറൊക്കെ മാറി ഒരു റോസ്റ്റഡ് കളറൊക്കെ ആവണം. എന്നിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടാൽ കാര്യം കഴിഞ്ഞു. ഈ തേങ്ങയില്ലാതെ ചട്നി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്താ വില, അപ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒരു പാത്രത്തിൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ചൂടാക്കുക. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് നിർബന്ധമല്ല ചൂടാക്കണം എന്നുള്ളത്. നമുക്ക് അരച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കടുക് വറുത്തത് ഒഴിക്കാം. ഞങ്ങളിപ്പോൾ ചൂടാക്കിയിട്ടാണ് ഈ കടുക് വറുത്തത് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ ചട്നിയെ പോലെ തന്നെയാണ്. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും കാണാൻ ഒരമ്മ മക്കളെ പോലെ ഇല്ലേ. നല്ല ചൂട് ദോശേൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം. ഇവിടെ ദോശ ഉണ്ടാക്കിയേ. ദോശ എന്ന് പറയുമ്പോൾ വെറും ദോശയല്ല, നെയ് റോസ്റ്റ്. ദോശ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമായിരിക്കൂലേ. പിന്നെ ഒരു കാര്യം, അറിയാത്ത ആൾക്കാരും ഉണ്ടാവും, എന്നാലും സാരമില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, എങ്കിലല്ലേ വീണ്ടും വീഡിയോ ഇടാനൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചൂട് നെയ് റോസ്റ്റ് റെഡിയായി. ഇതാ നമ്മുടെ ചട്നി കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ തേങ്ങാ ചട്നി പോലെ തന്നെ ഇല്ലേ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തേങ്ങയില്ലാത്തപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റം അല്ലേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.